ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിൻ്റെ പ്രാർത്ഥന, ഹൃദയം തകർന്ന പ്രാർത്ഥന. ദാവീദിൻ്റെ പ്രാർത്ഥന ജീവനുള്ള ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥന, എല്ലാ വഴികളും അടഞ്ഞുള്ള പ്രാർത്ഥന, ഭയാക്രാന്തനായി ദൈവത്തിൻ്റെ കരുണ തേടി യാചിക്കുന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തുടരെ തുടരെ സംസാരിക്കുന്ന ചില വാക്കുകൾ: 1, കരയേണ്ട; 2, ഭയപ്പെടേണ്ട; 3, നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടേണ്ട എന്ന വാക്ക് ഈ തിരുവചനത്തിൽ, വേദപുസ്തകത്തിൽ, ഈ ബൈബിളിൽ 366 പ്രാവശ്യമുണ്ട്. 366 പ്രാവശ്യം. ഒരാണ്ടിന് 365 ദിവസമാണ്. പക്ഷേ 4 ആണ്ട് കൂടുമ്പോൾ അത് 366 ദിവസമാകും. നിങ്ങൾക്കറിയാമല്ലോ അത്. 4 ആണ്ട് കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ 28 ദിവസമല്ല, 29 ദിവസമുണ്ട്. ഒരു ദിവസം പോലും വിട്ടുപോകാതെ ജീവനുള്ള ദൈവം കൽപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. ആശങ്കകൾ മാറ്റിക്കൊള്ളുക എന്നാണ്. വേണ്ട ഉത്കണ്ഠകൾ വേണ്ട, ആശങ്കകൾ വേണ്ട, ആങ്സൈറ്റീസ് വേണ്ട, ടെൻഷൻ വേണ്ട, ഡിപ്രഷൻ വേണ്ട, നിരാശ വേണ്ട, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭയപ്പാടില്ലല്ലേ ലോകം? ഇന്ന് വലിയ പേടിയിലല്ലേ ലോകം? 1945 ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം, ആറ്റം ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ അങ്ങ് ദൂരെ ദൂരെ വിമാനത്തിലിരുന്നു കൊണ്ട് നിരീക്ഷിക്കുകയായിരുന്നു. ഭീകരമായ പൊട്ടിത്തെറിയുടെ അത്യന്തം ഭയാനകമായ ദൂഷ്യഫലങ്ങൾ കണ്ടുകൊണ്ട് ആ ശാസ്ത്രജ്ഞന്മാർ വിമാനത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ അണുബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ പൊട്ടിക്കരഞ്ഞു. കണ്ടുപിടിച്ച ഏറ്റവും പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ നിലവിളിച്ചു: അലാസ്, വി ഹാവ് ക്രിയേറ്റഡ് എ ഹെൽ. അയ്യോ, നാം ഒരു നരകമല്ലോ മെനഞ്ഞു വെച്ചത്. അയ്യോ, നാം ഒരു നരകമല്ലോ സൃഷ്ടിച്ചത്. ഓ, വി ഹാവ് ക്രിയേറ്റഡ് എ ഹെൽ. പ്രിയപ്പെട്ടവരെ, ഭയം ലോകത്തിന് ഭയം നൽകുന്നു. ലോകത്തിന് ഭയമാണ് നൽകിയത്. ആശങ്കാകുലമായൊരു ഭാവിയെ നൽകിയിരിക്കുന്നു ലോകത്തിന്. മിസസ് ഷെൽബി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നോവലിസ്റ്റ് ഉണ്ട്. മിസസ് ഷെൽബി എഴുതിയ പ്രസിദ്ധമായ പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ഫ്രാങ്കൻസ്റ്റീൻ എന്നാണ്. ഫ്രാങ്കൻസ്റ്റീൻ. എന്താണ് അതിലെ കഥയെന്നറിയാമോ? വളരെ അത്യന്താധുനികമായ ചില ആശയങ്ങളുടെ പൊരുളുകൾ വിശദീകരിച്ചുള്ളൊരു കഥയാണ്, ഒരു നോവലാണത്. അതിൽ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു പ്രത്യേക നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു യന്ത്രമനുഷ്യനെ സൃഷ്ടിക്കുന്നതാണ് കഥ. യന്ത്രമനുഷ്യൻ, അസാമാന്യമായ കരുത്തുള്ള ഒരു യന്ത്രമനുഷ്യൻ, അസാമാന്യമായ ഭുജബലവും വീറും ശക്തിയും പരാക്രമവുമുള്ള ഒരു ഭീകര മനുഷ്യൻ, ഒരു രാക്ഷസീ ആകാരമുള്ള ഒരു മനുഷ്യൻ, ഒരു ഭീകര രാക്ഷസൻ തന്നെ. ഈ ശാസ്ത്രജ്ഞൻ ഏറെ നാളത്തെ ഗവേഷണം നടത്തി, നെടുനാളത്തെ പരീക്ഷണങ്ങൾ നടത്തി, വളരെ കാലത്തെ യത്നങ്ങൾക്ക് ശേഷം ഈ യന്ത്രമനുഷ്യനെ സൃഷ്ടിച്ചു. യന്ത്രമനുഷ്യൻ്റെ പേരാണ് ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ. ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന രാക്ഷസൻ. പ്രിയപ്പെട്ടവരെ, ഈ ഫ്രാങ്കൻസ്റ്റീനെ നിർമ്മിച്ച് കഴിഞ്ഞ ഉടനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. എന്താണെന്നോ? ഈ ഭീകരനായ രാക്ഷസൻ അവൻ്റെ ഇരുമ്പുലക്ക പോലത്തെ കൈകൾ ഈ ശാസ്ത്രജ്ഞൻ്റെ നേരെ നീട്ടി. ശാസ്ത്രജ്ഞൻ ഓടി. ഭീകരനാണവൻ, അവൻ കരുത്തനാണ്. പേടിച്ചോടി ശാസ്ത്രജ്ഞൻ. ലബോറട്ടറി വിട്ട് പുറത്തേക്കിറങ്ങി ഓടി. അവനും പിറകെ ചെല്ലുന്നു. അവന് വലിയ ഓട്ടം വേണ്ട. നീണ്ട് നെടിയ കാലുകൾ, നീണ്ട് വളരെ ശക്തമായ കൈകൾ. അവൻ കൈകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് ശാസ്ത്രജ്ഞൻ്റെ പിറകെ ഓടുകയാണ്. ശാസ്ത്രജ്ഞനോ ഭയാക്രാന്തനായി ഓടുകയാണ്. ഒടുവിൽ നടുവോട് വെച്ച് ഈ രാക്ഷസൻ ശാസ്ത്രജ്ഞനെ പിടികൂടി. രാക്ഷസന്റെ ആ ഇരുമ്പുലക്ക പോലത്തെ കൈകളിൽ ശാസ്ത്രജ്ഞൻ ഞെരിഞ്ഞമർന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിർമ്മിച്ചത് ഭയത്തിന് ഹേതുവായി, അവൻ്റെ നാശത്തിന് ഹേതുവായി.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ ഒരു മലയാള കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അതിസുന്ദരമായ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്. ആ കാവ്യം: പശ്ചിമം ശാസ്ത്രം നോക്കി പഠിച്ചു മനുഷ്യന്റെ രക്തത്തിൽ മനസ്തോഭം കൂടാതെ നീന്താൻ മാത്രം, തലച്ചോറിനാൽ ജോലി ചെയ്തതിൻ ഫലം കൊണ്ട് തലച്ചോറിനെ തന്നെ ചെതറി ചിന്നാൻ മാത്രം. പശ്ചിമം ശാസ്ത്രം നോക്കി പഠിച്ചു മനുഷ്യന്റെ രക്തത്തിൽ മനസ്തോഭം കൂടാതെ നീന്താൻ മാത്രം, തലച്ചോറിനാൽ ജോലി ചെയ്തതിൻ ഫലം കൊണ്ട് തലച്ചോറിനെ തന്നെ ചെതറി ചിന്നാൻ മാത്രം. ഭാരതീയ സംസ്കാരത്തിന്റെ വിരുദ്ധമായ പാശ്ചാത്യ സംസ്കാരം ശാസ്ത്രത്തിന്റെ അവബോധം കൊണ്ടും ശാസ്ത്രീയ നേട്ടങ്ങൾ കൊണ്ട് കൈവരിച്ചത് എന്ത്? തലച്ചോറിനെ തന്നെ നശിപ്പിക്കാനുള്ള വിദ്യ. തലച്ചോറ് കൊണ്ട് മനുഷ്യൻ ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അവൻ വഴി തുറന്നു. പക്ഷേ എന്തുണ്ടായി? മനുഷ്യനെ കൊല്ലാൻ കണ്ടുപിടിച്ചു. ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ, ഈ രാക്ഷസൻ അവന്റെ സൃഷ്ടാവായ ശാസ്ത്രജ്ഞനെ കൊന്നു. ഭയം. ഇന്നത്തെ സമൂഹം ഇതാ ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ ഭയം നോടിയ ശാസ്ത്രജ്ഞനെ പോലെ ഓടുകയാണ്. ഭീകരാക്രമണങ്ങൾ ഭയപ്പെടുത്തുന്നു. ഭയങ്കരങ്ങളായ പുലികളുടെ ആക്രമണങ്ങൾ ഭയപ്പെടുത്തുന്നു. കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ ഭയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അങ്ങ് ദൂരെ ദൂരെ നടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. മനുഷ്യരാശി ഇന്ന് ഭയപ്പാടിലാണ്. ഏത് സമയത്തും ചാവേർപ്പടയുടെ ആക്രമണം ഏത് സമയത്തും വരികയും നഗരങ്ങൾ ഇതാ വെണ്ണീറാവുകയും ചെയ്യാവുന്ന സാഹചര്യം ഒരുങ്ങി അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരമായ കെടുതികൾ മനുഷ്യ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളും യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളും മനുഷ്യ മനസാക്ഷിയെ ഇതാ കിടിലം കൊള്ളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, ആ സമയത്താണ് ഉടയവൻ എഴുന്നേറ്റെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന്. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവം. മകനേ, നിനക്ക് ഭയമില്ലേ? നിന്റെ കടത്തിയോർത്തുള്ള ഭയമില്ലേ? നിന്റെ രോഗത്തിയോർത്തുള്ള ഭയമില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില യുവാക്കൾ ഒരിക്കലല്ല പല പ്രാവശ്യം പലരും വന്ന് സംസാരിച്ചപ്പോൾ യുവാക്കൾക്കുള്ളൊരു വലിയ ആശങ്ക എന്നോട് പറഞ്ഞു. എന്താണെന്നോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഇന്ന രോഗമുണ്ടോ? ഒരു പേടി. എനിക്ക് ഇന്ന രോഗമാണോ? ഇപ്പോൾ ഈ ചില ലക്ഷണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പത്രമാസികകൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഇന്ന രോഗമാണോ? എനിക്ക് ക്യാൻസർ ഉണ്ടായിരിക്കുമോ? എനിക്ക് എയ്ഡ്സ് ഉണ്ടായിരിക്കുമോ? എനിക്ക് എന്തെങ്കിലും മാരകമായ രോഗമായിരിക്കുമോ? എൻ്റെ ഈ രോഗം വല്ല കരളിൻ്റെ കുഴപ്പമാണോ? എനിക്ക് ദഹനം ശരിയാകുന്നില്ലെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും മാരകമായ രോഗം എൻ്റെ ആമാശയത്തിലോ എൻ്റെ കുടലുകളിലോ ഉണ്ടോ? എനിക്ക് ചിലപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നില്ല, എൻ്റെ നേർസിന് തകരാറാണോ? എനിക്ക് ചിലപ്പോൾ ഒരു തലചുറ്റലുണ്ട്, അത് ഏതെങ്കിലും മാരകമായ രോഗമാണോ? ദൈവമക്കളെ, ഓരോ തരത്തിൽ മനുഷ്യൻ വെറുതെ ആശങ്കാകുലനായി കഴിയുകയാണ്. ചിലത് യഥാർത്ഥമായിരിക്കാം, ചിലത് വെറും ആശങ്കയായിരിക്കില്ല. എന്തായാലും മനുഷ്യൻ ഇന്ന് ഭയപ്പാടിലാണ്. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം പറയും. യേശു പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പള്ളിപ്രമാണിയായ യായിറോസിനോട് കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പാവം യായിറോസ് നടു റോഡിൽ വന്നാണ് മുട്ടുമടക്കിയത്. ആരുടെ മുമ്പിൽ? യേശുവിന് മുമ്പിൽ. അതുവരെയും പള്ളിപ്രമാണിമാർ അടുക്കുകയില്ല യേശുവിൻ്റെ അടുക്കൽ. പള്ളിപ്രമാണിമാരെ യേശുവിനെ എതിർക്കുകയാണ്. പള്ളിപ്രമാണിമാര് യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്യുകയാണ്. പള്ളിപ്രമാണിമാര് യേശുവിൻ്റെ പിറകെ പോകുന്നവരെ പള്ളിയിൽ നിന്ന് ബഹിഷ്കൃതരാക്കാൻ, നിഷ്കാസനം ചെയ്യാൻ, പ്രിയപ്പെട്ടവരെ, അതിനുള്ളതായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. പക്ഷേ ഈ പള്ളിപ്രമാണിക്ക് യായിറോസിനൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? ഒരു കുട്ടി, മോള്, യായിറോസിൻ്റെ മകള്, കൊച്ച് അത്യാസന്നമായി കിടക്കുന്നു. രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്. വൈദ്യന്മാരില്ലാഞ്ഞിട്ടല്ല, ഡോക്ടർമാർ നോക്കാഞ്ഞിട്ടല്ല, ചികിത്സ ചെയ്യാഞ്ഞിട്ടല്ല, എല്ലാം ചെയ്തു. പക്ഷേ രോഗം കൂടിക്കൂടി വരുന്നു. ഇനിയും ആശയ്ക്ക് വകയില്ല. അറ്റ കൈ. ഏതായാലും ഇത്രയും നാൾ യേശുവിനെ എതിർത്തതാണെങ്കിലും, ഇത്രയും നാൾ മറ്റ് പരീശന്മാരും ശാസ്ത്രികളും ഒക്കെ കളിയാക്കിയ കൂട്ടത്തിൽ യേശുവിനെ കളിയാക്കിയതാണെങ്കിലും, ഇത്രയും നാൾ യേശുവിനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതാണെങ്കിലും, ഇപ്പോൾ അത്യാവശ്യം വന്നില്ലേ, യേശു അടുക്കലേക്ക് തന്നെ ചെല്ലാം. അവിടെ അഭിമാന നോട്ടമില്ല, അവിടെ പദവി നോട്ടമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ആഭിജാത്യ നോട്ടമില്ല, അവിടെ കുലീനത്വം നോട്ടമില്ല. ആവശ്യം വന്നിരിക്കുന്നു, ചെന്നു. യേശുവിൻ്റെ
പാദപീഠത്തിൽ ചെന്നു. അപ്പോഴാണ് യേശു ആ പട്ടണത്തിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. അന്വേഷിച്ച് യേശുവിനെ കണ്ടു. ബഹുപുരുഷാരം. ഈ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. പട്ടാപ്പകല് നടു റോഡ് യേശുവിൻ്റെ കാൽക്കൽ വീണു. ആളുകൾ നല്ല ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അതുകൊണ്ട് ഈ പള്ളിപ്രമാണിമാർ യേശുവിൻ്റെ അടുക്കൽ വരുമോ? പാവപ്പെട്ട ചുങ്കക്കാരും പാവപ്പെട്ട വേശ്യാസ്ത്രീകളും പാവപ്പെട്ട മുക്കുവന്മാരും സാധു തൊഴിലാളികളൊക്കെ അല്ലേ യേശുവിൻ്റെ വഴി നടക്കുന്നത്. പള്ളിപ്രമാണിമാർ ഇതുവരെ യേശുവിനെ എതിർത്തുകൊണ്ടിരുന്നവരിപ്പോൾ വരുമോ? അവരതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. നല്ലത്. പള്ളിപ്രമാണിയാണെങ്കിലും ഇങ്ങനെ ആവശ്യം വന്നാണെങ്കിലും വന്നല്ലോ, വരേണ്ടവരുടെ അടുക്കൽ വന്നല്ലോ, നന്നായി. ദൈവത്തിന് സ്തോത്രം. എത്തേണ്ട അടുത്ത് എത്തിയല്ലോ, നന്നായി. പറയേണ്ടവനോട് കാര്യം പറയാൻ ഇടയായല്ലോ, നന്നായി. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടവനോട് പറയാൻ സാധിച്ചല്ലോ, നന്നായി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ പള്ളിപ്രമാണി വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി. എന്താ പറഞ്ഞത്? അത് കുറച്ച് മുൻപ് നമുക്ക് വായിക്കാം. 5-ാം അധ്യായം മർക്കോസ് 5:22 കാണാം. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. നോക്കൂ, അഭയാചന ചെയ്യുകയാണ്. എൻ്റെ മോള് കൊച്ചുകുട്ടിയാണ്, അവൾ അത്യാസന്നമായി കിടക്കുകയാണ്, ചികിത്സയൊന്നും ഫലിക്കുന്നില്ല. യേശുവേ, നീ ഒന്ന് കൈ വച്ചാൽ സൗഖ്യം വരുമെന്ന് എനിക്കറിയാം, കാര്യം എനിക്കറിയാം. നീ ഒന്ന് വരണം, അവളുടെ മേൽ കൈവയ്ക്കണം. നീ അവളുടെ മേലൊന്ന് കൈവച്ചാൽ എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. യേശു വേഗം അവൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോഴല്ലേ ഒരു പുതിയ കാര്യം വന്നത്. യേശു ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ട് ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടു. യായിറോസിന് ഒരല്പം ഈർഷ്യയുണ്ടായി. അതൊക്കെ എൻ്റെ ഭാവനയാണേ. കണ്ടോ, അത്യാസന്നമായി കൊച്ചു കിടക്കുന്നു. യേശു ഒന്ന് വേഗം നടന്നു വരുന്നതിന് പകരം ഈ സ്ത്രീയോടൊപ്പം മിണ്ടാൻ നിൽക്കുകയാണോ വേണ്ടത്? ഈ സ്ത്രീക്ക് എൻ്റെ അവസരത്തിലാണെങ്കിൽ വരാമല്ലോ, എൻ്റെ കൊച്ചു അത്യാസന്നമായി കിടക്കുന്നു. ഈ സ്ത്രീ 12 കൊല്ലം രക്തവാർച്ചയുള്ള സ്ത്രീയാണ്. 12 കൊല്ലത്തെ നെടുനാളത്തെ ബ്ലീഡിങ്. പാവം, ഒരു ചികിത്സയും ഫലിക്കുന്നില്ല. പല വൈദ്യന്മാരാലും ഏറിയോന്ന് ചെയ്തിട്ട് ഒട്ടും ഭേദം വരാതെ വളരെ പരവശിയായിരുന്ന ഒരു സ്ത്രീ. അതാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ് പറയുന്നത്? 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. അവൾ വന്നപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അവൾ പിറയിൽ കൂടി വന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലം തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. എങ്ങനെ നിന്ന് ആ തിരുവസ്ത്രത്തിൻ്റെ ആ പൊന്ന് തൊങ്ങലിൽ ആ സ്ത്രീ ഒന്ന് തൊട്ടു. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, ഏതോ ഒരു ഷോക്ക് ഏൽക്കുന്നത് പോലെ, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത് പോലെ, ശരീരമാകെ ഒന്ന് കുലുങ്ങിയതുപോലെ, ഉള്ളിലേതോ ഒരു കിടുക്കം. അവൾക്ക് മനസ്സിലായി രോഗം മാറിയെന്ന്. 12 കൊല്ലം ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പാവം സ്ത്രീ, സമൂഹത്തിൽ ചെല്ലാൻ ലജ്ജിച്ചിരുന്ന പാവം സ്ത്രീ, ഒരിക്കലും പുറത്തിറങ്ങാനുള്ള സാഹചര്യമോ സൗകര്യമല്ലാതെ ലജ്ജാവിവശയായി കഴിഞ്ഞിരുന്ന പാവം സ്ത്രീ, മെലിഞ്ഞെല്ലും തോലുമായി ഉണങ്ങിപ്പോയിരുന്ന ആ പാവം സ്ത്രീ, ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നൊഴുകി ഇതാ ശരീരം മുഴുവൻ മെലിഞ്ഞുപോയ സ്ത്രീ. ഈ 12 കൊല്ലത്തെ ചികിത്സ ഫലിക്കാതെ വന്നപ്പോൾ മനസ്സ് നിരാശയില്, മനസ്സും മെലിഞ്ഞുപോയ സ്ത്രീ, മനസ്സ് അവശമായ സ്ത്രീ, നിരാശ പറ്റിയ സ്ത്രീ. അവൾ ഇപ്പോൾ മനസ്സിലാക്കി അവളുടെ രോഗം മാറിയെന്ന്. യേശു അവിടെ നിന്നു. യായിറോസ് വളരെ സങ്കടത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യേശു അപ്പോൾ യായിറോസിനെ നോക്കുന്നില്ല. യായിറോസ് നോക്കുകയാണ്. നോട്ടത്തിൻ്റെ അർത്ഥം ഇതാ, എൻ്റെ കർത്താവ് ഇവിടെ പറഞ്ഞു നിൽക്കല്ലേ, വർത്തമാനം പറഞ്ഞു നിൽക്കല്ലേ, എൻ്റെ കൊച്ചു അത്യാസനായി കിടക്കുകയാണ്, കർത്താവ് ഒന്ന് വേഗം വരണേ. ഇതൊക്കെ അതിൻ്റെ അർത്ഥം. നോ, യേശു അവിടെ നിന്നു. എന്നെ തൊട്ടതാരാ? കർത്താവ് ചോദിക്കുക. ഉടനെ ശിഷ്യന്മാരും പറഞ്ഞു, പുരുഷാരും പറഞ്ഞു, കർത്താവ് അങ്ങനെ ചോദിക്കാനുണ്ടോ? എല്ലാവരും തൊടുകയിൽ എന്ത് തിക്കിത്തിരക്ക് പോകുന്ന ഇത്രയും ജനം ഇങ്ങനെ തിക്കിത്തിരക്കൊണ്ട് പോകുമ്പോൾ ഒരാളെ മറ്റാണോ തൊടുന്നത്? എല്ലാവരും ഇങ്ങനെ തൊടുകയല്ലേ? അത് പ്രത്യേകിച്ച് പറയാൻ പറ്റുമോ? അല്ലല്ല, എന്നെ ഒരാൾ തൊട്ടു, എന്നിൽ ശക്തി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ തൊടുന്നവരേറെയുണ്ടെങ്കിലും ശക്തി പ്രാപിക്കുന്ന ഒരു ചുരുക്കമേ ഉള്ളൂ. വിശ്വസിച്ച് തൊടുന്നവർ വിരളമാണ്. വിശ്വസിച്ച് തൊടുന്നവര് ചുരുക്കം പേരാണ്. ഇത് കേൾക്കുമ്പോൾ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ തൊടുമോ? നിങ്ങളുടെ അരികത്ത് ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ക്രിസ്തു ഉണ്ട്. ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം കണ്ടുകൊണ്ട് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തോടെ നിങ്ങൾ ഹൃദയം തകർന്ന് യേശുവിനെ നിങ്ങൾ കരം നീട്ടിയാൻ തൊടുമോ? നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും പ്രിയരെ. പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു പോംവഴി കിട്ടും. അവൾ പറഞ്ഞു, പേടിച്ചാ പറഞ്ഞത്,
ഞാൻ തൊട്ടു. പുരുഷാര നിമിത്തം അടുക്കാൻ വയ്യാതെ വന്നതുകൊണ്ടാണ് ഞാൻ തൊട്ടത്. നിർവാഹമില്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൊട്ടു. പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടി. കർത്താവ് അവളെ പ്രശംസിച്ചു. അവൾ നേരെ നിന്ന് ഏതാണ്ടൊരു ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ, രക്തവാർച്ചയുള്ള സ്ത്രീ, പരിശുദ്ധ റബിയായി യേശുവിനെ തൊട്ടത് തെറ്റിപ്പോയോ? ഈ ഒരു പുരുഷനെ ഞാൻ തൊട്ടുപോയല്ലോ, അതും പരിശുദ്ധനായ ഒരു പുരുഷനെ തൊട്ടുപോയി, തെറ്റല്ലേ? അവളിങ്ങനെ അമ്പരപ്പോടെ നിൽക്കുകയാണ്, ഭയപ്പെട്ട് നിൽക്കുകയാണ്. യേശു വളരെ ആർദ്രതയോടെ നോക്കി, വാത്സല്യത്തോടെ നോക്കി. ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളോട് പറയട്ടെ. ആ സ്ത്രീ ഇങ്ങനെ അമ്പരപ്പോടെ പേടിച്ച് നിൽക്കുമ്പോൾ യേശു നിറകണ്ണുകളോടെ അവളെ നോക്കി. യേശുവിന് വാത്സല്യം. വിശ്വസിക്കുന്നവരെ കാണുമ്പോൾ യേശുവിന് വാത്സല്യമുണ്ട്. തന്നിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ കാണുമ്പോൾ യേശുവിൻ്റെ ഉള്ളം കുളിർക്കുന്നുണ്ട്. ശക്തി പ്രാപിക്കാനാണ് യേശു ശക്തി സംഭരിച്ചിരിക്കുന്നത്. സ്വർഗീയ നിത്യ രാജാധിരാജൻ്റെ ശക്തിയുടെ പൊരുൾ എന്താണ്? ശക്തി ആഗ്രഹിക്കുന്നവർക്ക് ശക്തി പകരുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമോ ഈ ശക്തി? യേശുവിനെ തൊടാൻ പാകത്തിന് അടുത്ത് കിട്ടിയിരിക്കുകയാണ്. വചനം നിങ്ങൾക്ക് സമീപസ്ഥമായി നിങ്ങളുടെ വായിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. വചനം നിങ്ങളുടെ സമീപസ്ഥമാണ്. വചനം തേടി നിങ്ങൾ ആകാശത്തിനക്കരെ പോകണ്ട, നിങ്ങൾ 7 കടലപ്പുറം പോകണ്ട. നിങ്ങളുടെ അരികത്ത് വചനം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. വചനമായ ക്രിസ്തു നിങ്ങളുടെ സമീപത്ത് വന്നിരിക്കുകയാണ്. വചനമായ ആത്മാവിനെ ഇപ്പോൾ നിങ്ങൾ കൈക്കൊള്ളുമെങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ തൊടാം, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാം. യേശു ആർദ്രതയോടെ പറഞ്ഞു, മകളെ. വേദപുസ്തക ചരിത്രത്തിൽ ഒരേ ഒരു സ്ത്രീയെ മാത്രമേ യേശു മകളെ എന്ന് വിളിച്ചുള്ളൂ. സ്വന്തം അമ്മയെ സ്ത്രീയെ എന്നാണ് വിളിച്ചത്. അറിയാമോ? മഗ്ദലന മറിയാമിനെ സ്ത്രീയെ എന്നാണ് വിളിച്ചത്. ഈ സ്ത്രീയെ യേശു വിളിക്കുന്നത് മകളെ എന്നാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തോ ഒരു സമാധാനം. അവളും യാത്രയിൽ പിന്തുടർന്നു നീങ്ങുകയാണ്. യായിറോസ് വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുക യായിറോസ്, കർത്താവ് എത്തി വരുന്നുണ്ടോ എന്ന്. കാരണം യായിറോസിന് തിടുക്കം. കർത്താവ് എത്തി വരുന്നുണ്ടോ? മോൾ അത്യാസനായി കിടക്കുന്നു. യേശു വന്നത് കൈവച്ചാൽ മതി, സൗഖ്യമാകും, ഉറപ്പാണ്. പക്ഷെ മരിച്ചു പോയാലോ? എന്ത് ചെയ്യും? പാവം. യായിറോസ് ഇങ്ങനെ ദ്രുതഗതിയിൽ നടക്കുന്നു, ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു, ഇടയ്ക്ക് നിൽക്കും യേശു വരാൻ, പിന്നെയും വേഗം നടക്കും. അങ്ങനെ പോവുകയാണ്. യേശുവും വേഗം നടക്കുകയാണ്. അപ്പോഴാണ് വീട്ടിൽ നിന്നൊരാൾ ഓടി വരുന്നത്. യായിറോസ് ബദ്ധപ്പാടോട് ചോദിച്ചു, എന്നാ വിശേഷം? ആള് പറഞ്ഞു, വെറുതെ ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ട, ബാല കഴിഞ്ഞുപോയി, ബാല മരിച്ചുപോയി. നമുക്ക് വായിക്കാം. ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനാ എന്ന് പറഞ്ഞു. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരാൾ വന്നു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യോ പാവം. യായിറോസ് വീഴാതിരിക്കാൻ ആരോ കൈ താങ്ങി. യായിറോസിനെ താങ്ങി പിടിച്ചു, ബോധം കെട്ട് വീഴാതിരിക്കാൻ. പാവം. പ്രിയപ്പെട്ടവരെ, യേശു അടുക്കിലേക്ക് ചെന്നു. യായിറോസിൻ്റെ നടപ്പെല്ലാം ആ വേഗത പോയി അവിടെ നിന്ന് നിലയിൽ നിൽക്കുകയാണ്. ദേഹം വിറയ്ക്കുന്നുണ്ടോ? ഇതാ നല്ലപോലെ വിയർക്കുന്നു. വീഴാൻ പോവുകയാണോ? ആരോ താങ്ങിയിട്ടുണ്ട്. യേശു അടുത്ത് ചെന്നു. ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടണ്ട മകനെ, ഭയപ്പെടണ്ട. ഈ സമയം കഴിഞ്ഞു പോയി എന്നല്ലേ നിനക്ക് തോന്നുന്നത്? ഇനി ആശയ്ക്ക് വകയില്ലെന്നല്ലേ നിനക്ക് തോന്നുന്നത്? പ്രതീക്ഷ തകർന്നെന്നല്ലേ നിനക്ക് തോന്നുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്നല്ലേ നിനക്ക് തോന്നുന്നത്? ഞാൻ വരാൻ വൈകിപ്പോയി എന്നല്ലേ നിനക്ക് തോന്നുന്നത്? ഞാൻ റോഡിൽ താമസിച്ചത് അബദ്ധമായിപ്പോയി എന്നല്ലേ നിനക്ക് തോന്നുന്നത്? വേണ്ട, ഭയപ്പെടണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവും നടക്കുന്നു, ശിഷ്യന്മാരും നടക്കുന്നു. പ്രാഞ്ചി വെച്ച് ഇതാ യായിറോസും നടക്കുന്നു. വീട്ടിലെത്തി നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസും യാക്കോവിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണികൾ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്നവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. കൊള്ളാം, യേശു ദൈവമാണെന്നൊക്കെ പറയണേ ഈ ആളുകളൊക്കെ പറയുന്നത് യേശു ദൈവപുത്രനാണ്, ഈ യഹൂദ റബ്ബി സാധാരണപ്പെട്ട ഒരാളല്ല, സാക്ഷാൽ ദൈവം തന്നെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു മരിച്ച കുട്ടി മരിച്ചു എന്ന് പോലും അറിയാൻ വയ്യ. അത്രയേ ഉള്ളൂ ഈ വലിയ പ്രവാചകന്മാരുടെയൊക്കെ കഴിവ്. മരിച്ചു പോയ കൊച്ചവിടെ കിടക്കുന്നു, അന്നേരം പറയുന്നത് കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ. ഉറങ്ങുകയാണോ മരിച്ചാണോ ഞങ്ങൾക്കറിയാൻ പാടില്ലേ? യഹൂദന്മാർക്ക് പുച്ഛം. യഹൂദന്മാർ പരിഹസിച്ചു. അതാണ് വായിക്കുന്നത്. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്നവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. പക്ഷെ പരിഹസിക്കുന്നവരുടെ കാര്യമൊന്നും യേശു നോക്കിയില്ല. ദൈവ പൈതലേ, നിന്നെ ആരെങ്കിലും പരിഹസിച്ചാൽ അത് നീ നോക്കണ്ട. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം വേഗം ചെയ്തോളൂ.
ഉള്ള ആയുസ് ചെയ്തു തികച്ചോളൂ. ഉള്ള ആയുസ് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു തികച്ചോളൂ. പ്രതിഫലങ്ങൾ തരുന്നവൻ അവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രതിഫലങ്ങൾ തരുവാൻ നിത്യനായ ദൈവപുത്രൻ നീ നിന്ന സഹിച്ചും ആക്ഷേപം സഹിച്ചും പരിഹാസം സഹിച്ചും ഈ ഭൂമിയിൽ നിന്റെ ഓട്ടമോടി തികച്ച് കടന്നു ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ ഇരുകരവും നീട്ടി നിൽക്കുന്നുണ്ട്. സ്തേഫാനോസ് കല്ലേറ് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന സ്തേഫാനോസ് കണ്ടു. യേശുക്രിസ്തു പിതാവിന്റെ വലഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. കർത്താവ് കരം നീട്ടി നിൽക്കുന്നത് സ്തേഫാനോസ് കണ്ടു. തന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിപ്പാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തേഫാനോസ് കണ്ടു. ആ കാഴ്ച സ്തേഫാനോസിന് ലഭിച്ച ഉടനെ സ്തേഫാനോസ് ആത്മവിവശതയിലായി. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഇതാ സ്നേഹത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ പ്രാർത്ഥന പോലെ യേശുവിന്റെ വിശുദ്ധനും പ്രാർത്ഥിക്കുകയാണ്. ഇതാ ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. എറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഫലമോ ഒരു തർസോസിലെ ശൗല് ഒരു പൗലോസായി മാറി. ഒരു പാവപ്പെട്ട ദൈവവൈതലിന്റെ മരണനേരത്തെ പ്രാർത്ഥന ഒരു യൂറോപ്പിനെയും ഏഷ്യയെയും സുവിശേഷീകരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ അപ്പോസ്തലന്റെ പ്രജനനത്തിന് കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ വിവരിക്കുന്നില്ല എന്തുണ്ടായി, എന്താണ് സംഭവിച്ചത്. യേശു അവനെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ശവശരീരം തണുത്ത് കഴിഞ്ഞു. ചൂടൊക്കെ ആറിപ്പോയി. മരിച്ചില്ലേ? ഇതാ രക്തോട്ടമൊക്കെ നിലച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. കുട്ടിയുടെ കയ്യിൽ പിടിച്ചു. ആരെയാ പിടിച്ചത്? സൃഷ്ടാവ്. ആരെയാ പിടിച്ചത്? സൃഷ്ടിയെ. സൃഷ്ടാവ് സൃഷ്ടിയുടെ കരത്തിൽ കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. കുട്ടിയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ടോ, ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്നവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവൾ അത്യന്തം വിസ്മയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക എന്ന് യേശു പറഞ്ഞു. കാരണം ഈ രോഗം വന്നതിന് ശേഷം ആഹാരം കഴിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം പിന്നെ കഴിച്ചിട്ടില്ലല്ലോ. നോക്കൂ, ഇതാ കർത്താവ് പറഞ്ഞു, വേഗം ഭക്ഷിക്കാൻ വല്ലതും കൊടുക്കുക, കൊച്ചിന് നല്ല വിശപ്പ് കാണും. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ക്രിസ്തു. എൻ്റെ മാന്യ സഹോദരങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നമ്മുടെ ഭയം മാറ്റാനൊരു ദൈവമുണ്ട്. ഭയപ്പാട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഭയചകിതരായി ആശങ്കാകുലരായി ഭാവിയോർത്ത് നെടുവിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനം തരുന്നൊരു ദൈവമുണ്ട്. ഭയത്തെ മാറ്റുന്ന ദൈവം. ഒരു ഭക്തൻ പാടി, ഭയമില്ല അവർക്കിനി എന്തിന് ഭയം, യൂദായുടെ സിംഹമല്ലോ മുമ്പേ പോകുന്നു, ആർക്കും വഴി മാറിടാത്തോൻ മുമ്പേ പോകുന്നു. ഭക്തനും അത്യന്തം ശ്രേഷ്ഠനുമായ ഒരു സുവിശേഷകൻ പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒന്ന് പ്രസംഗിച്ചപ്പോൾ പാടിയ പാട്ടാണ്. അന്ന് എൻ്റെ ഉള്ളിൽ തറഞ്ഞു. ഭയമില്ല അവർക്കിനി എന്തിന് ഭയം, യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു, ആർക്കും വഴി മാറിടാത്തോൻ മുമ്പേ പോകുന്നു. സഹോദരങ്ങളെ, ആർക്കും വഴി മാറിക്കൊടുക്കാത്ത യൂദായുടെ സിംഹം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഭയചകിതനാകേണ്ട, നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ആശങ്കാകുലരാകേണ്ട, ഉത്കണ്ഠ വേണ്ട. ദൈവം ഇതിലെ ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് സകലവും നീ താഴെ വെച്ചുകൊള്ളൂ. ഭയപ്പെടേണ്ട. 1 കരയേണ്ട എന്ന് പറഞ്ഞു, 2 ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കരയേണ്ട എന്ന് പറഞ്ഞവൻ കരച്ചിൽ മാറ്റുന്നവനാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ഭയം മാറ്റുന്നവനാണ്. ദാവീദിനറിയാം. ദാവീദ് മനസ്സിലാക്കി, എൻ്റെ ദൈവമായ യഹോവേ, ഇതിന് ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമോ? നിങ്ങളുടെ ഭാവി യേശുവിനെ നിങ്ങൾ ഏൽപ്പിക്കുമോ? നിങ്ങളുടെ ശരീരം യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? പാപം വരട്ടിക്കളഞ്ഞ ശരീരം, മദ്യം തകർത്ത് കളഞ്ഞ ശരീരം, മകനെ വഴക്കും പിണക്കവും വൈരാഗ്യമുള്ള ശരീരം, മകളെ അശുദ്ധിക്കും തിന്മയ്ക്കും വിട്ടുകൊടുത്ത ശരീരം, പൈശാചികനെ പന്താടാൻ വിട്ടുകൊടുത്തതായതിന്റെ ജീവിതം യേശുവിന്റെ കൈകളിലേക്ക് കൊടുക്കുമോ? ഒരു പുതിയ ജീവിതം നീ നയിക്കുമോ? എങ്കിൽ യേശു നിന്നെ അനുഗ്രഹിക്കും, ഭയപ്പാടുകൾ മാറ്റും, നിന്നെ വേട്ടയാടുന്ന സകലരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ നിന്നെ കാണുന്നവനാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ നിന്നെ കൃപ പകരുന്നവനാണ്. അവനോട് നീ ഒരു വാക്ക് പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവോട് വാക്ക് പറയുകയും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, ജീവന്റെ ദൂതുകൾക്കായി സ്തോത്രം, സ്വർഗീയ സന്ദേശത്തിനായി സ്തോത്രം.
ഭയം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. കരച്ചിൽ അകറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. സമാധാനം പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ശിരസിലോടുത്ത കരം വെക്കണമേ കർത്താവേ. തിരുരക്തത്തിന്റെ ശക്തി അനുഭവിച്ച്, ഗോകുൽത്തായിൽ ചൊരിഞ്ഞ തിരുരക്തത്തിന്റെ അത്ഭുത കൃപ അനുഭവിച്ച് പുതിയ ജീവൻ പ്രാപിപ്പാൻ, പുതുജന്മം പ്രാപിപ്പാൻ, പുതിയ സൃഷ്ടിയായി തീരുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനുഗ്രഹിക്കണമേ. ശാന്തിയും സമാധാനം കുടുംബങ്ങളിൽ പകരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശുവിൻ്റെ രാജകീയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.